ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന കലിയുഗ ദോഷങ്ങളെ മാറാനുള്ള പ്രതിവിധികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. കലിയുഗത്തിൽ എല്ലാവിധ ദോഷങ്ങളും മാറുന്നതിന് വേണ്ടി എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടും ഭഗവാന്റെ കീർത്തനങ്ങൾ സ്തുതിച്ച് പാടിക്കൊണ്ടും ജീവിക്കുക. കൂടാതെ എപ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാവരിലും ഭഗവാന്റെ അംശമാണെന്ന് കരുതി എല്ലാവരെയും സ്നേഹിക്കുകയും സർവോപരി എല്ലാവർക്കും നന്മകൾ ചെയ്യുക. എല്ലാ കർമ്മങ്ങളും ഈശ്വര സമർപ്പണമായി ചെയ്യുകയും എല്ലാവരോടും സ്നേഹവും സാഹോദര്യവും വളർത്തിയെടുക്കുക. ഇതുവഴി എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ്. കൂടാതെ ഹിംസ ഒഴിവാക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പരോപകാരം ചെയ്യുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ സർവോപരി സർവവിധ ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. അതുവഴി ചിത്തശുദ്ധി വരികയും നിങ്ങളുടെ ജീവിതം വളരെ ധന്യമായി തീരുന്നതുമാണ്. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. കർമ്മത്തിലൂടെ ഈശ്വര സമർപ്പണമായി ചെയ്തുകൊണ്ട് ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതം വളരെ ധന്യമായിത്തീരുന്നതും കലിദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടുകൂടെയും സ്വഭാവത്തോടുകൂടെയും ഈശ്വര സമർപ്പണമായി എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. അതുവഴി മാത്രമേ കലിയുഗത്തിൽ നിന്നും രക്ഷ നേടാനാകുകയുള്ളൂ. ഇതുവഴി നിങ്ങളുടെ ജീവിതം വളരെ ധന്യമാകുന്നതും ലോകത്തിന് തന്നെ നന്മയുണ്ടാകുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാവാൻ നമ്മൾക്കെല്ലാവർക്കും കഴിയട്ടെ. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ.